നമസ്കാരം, കൊൽക്കട്ടയിൽ നിന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊൽക്കട്ടയുടെ മറ്റൊരു ഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഹൗറ ബ്രിഡ്ജ് ഒക്കെ കാണാൻ പോകണം. കിട്ടില്ല സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. രാവിലെയാണ് ഇറങ്ങുന്നത്. ഇപ്പൊ സമയം ഇപ്പൊ രാവിലെ 7:30 ആയി. ശരിക്കും ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാവിലെ 5:30 ആയപ്പോഴത്തേക്കും നേരം വെളുത്തതേ. ഇവിടെ ഇച്ചിരി വൈകിയാണ് നേരെ ഇട്ടുന്നതും ഇച്ചിരി നേരത്തെ നേരം വെളുക്കുകയും ചെയ്യും. 5:30 ആയപ്പോഴേ ഈ ജനലിൽ കൂടെ സൂര്യപ്രകാശം അകത്തേക്ക് വന്ന് ഇച്ചിരി നേരത്തെ എണീറ്റ് വന്ന്. അപ്പൊ ഇന്ന് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. ഇന്ന് പുറത്ത് പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ടിപ്പിക്കൽ കൊൽക്കട്ട സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാം. എന്തായാലും 5-star ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് ഇന്ന് പുറത്ത് പോയി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. ആക്ച്വലി വി ആർ പേയിങ് ഫോർ ദാറ്റ്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പ് നമുക്ക് മാസ്ക് എടുക്കണം. പിന്നെ 2 GoProയുടെ എക്സ്ട്രാ ബാറ്ററി ചാർജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് പോക്കറ്റിൽ വെക്കണം. ഞാൻ വേറെ ബാഗൊന്നും എടുക്കുന്നില്ല. പിന്നെ നമ്മുടെ GoPro ക്യാമറ എടുക്കണം. കാരണം നമ്മുടെ മെജോറിറ്റി വിഷ്വൽസ് നമ്മൾ GoProയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് വാളറ്റ് എടുക്കണം. കാരണം പൈസ വേണമല്ലോ, ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ഇവിടെ പല സ്ഥലത്ത് പൈസ തന്നെ കൊടുക്കണം. നമുക്ക് മറ്റേ ഇത് കാർഡ് സംഭവങ്ങളൊന്നും അങ്ങനെ ചെറിയ കടകളൊന്നും പോകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പൈസ എപ്പോഴും കഴിക്കരുത് എവിടെയൊക്കെ പോകുമ്പം. പിന്നെ പോക്കറ്റ് വെക്കും. പക്ഷേ പോക്കറ്റിലല്ല, പേഴ്സ് വെക്കുമ്പോഴത്തേക്കിനും വാളറ്റ് വെക്കുമ്പോഴത്തേക്കിനും എപ്പോഴും ഫ്രണ്ട് പോക്കറ്റിൽ വെക്കാൻ ശ്രമിക്കുക. പിക്ക് പോക്കറ്റിംഗ് ധാരാളമായിട്ടുണ്ടാവും, ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കണം. എന്തായാലും സോഹം ഈസ് വെയിറ്റിംഗ് ഡൗൺ സ്റ്റേഴ്സ് ഇൻ ദ റിസപ്ഷൻ. വി വിൽ ഗോ. ഞാൻ പിന്നെ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് റൂമിൽ വെച്ചിരിക്കുന്ന ചായയുടെ സംഭവങ്ങളും കാപ്പിയുടെ സംഭവങ്ങളും ഞാൻ തൊട്ടിട്ടേ ഇല്ല. വെള്ളമൊക്കെ എത്ര ഉപ്പി ഒരു ദിവസം വെക്കുന്നതെന്ന് അറിയാം. 4 ഇവിടെ 2, പിന്നെ അവിടെ 2, അപ്പുറത്ത് 2, അങ്ങനെ ഇഷ്ടംപോലെ ആവശ്യത്തിലധികം വെള്ളം നമുക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഇനിയും തികഞ്ഞില്ലെങ്കിൽ വീണ്ടും ചോദിച്ചാൽ കൊണ്ടുതരും. അപ്പൊ എന്തായാലും വി വിൽ ഗോ. കാർഡൊക്കെ എടുത്തു. സൂപ്പർ എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ കൊൽക്കത്താസ് ലോക്കൽ ലൈഫ്. ലെഫ്റ്റിന്റെ അടുത്തിട്ടേ എല്ലാ സ്ഥലത്തും സാനിറ്റൈസേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ വെറുതെ ഒരു സാനിറ്റൈസർ ബോട്ടിലല്ല വെക്കുന്നത്. അവിടെ ഇതുപോലെ ഒരു സാധനവും പിന്നെ ഒരു ചെറിയൊരു ഇതിനകത്ത് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് അത്തരത്തില് മനോഹരമായിട്ടായിരിക്കും വെക്കുന്നത്. ഓ, ഇത് കണ്ടോ, രാത്രിയിലത്തെ ആ ഒരു തണുപ്പുണ്ടെന്ന് തോന്നി. ഇപ്പൊ തണുപ്പ് കാരണം ചില്ലയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇതായിരിക്കുന്നുണ്ട്. ഹായ് സോഹം, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? I'm good. How are you? I'm super hungry, man. Come, let's go eat first. Yeah. So what are we going to try today? Like we'll try something Bengali. If you want. Yeah, definitely we will. Oh, it was raining yesterday night. Yes. Shenda pone. Okay. എന്തായാലും it's good that it didn't rain yesterday. Hope today also it won't rain. ഇവിടെ പുറത്തൊക്കെ ഫുള്ള് വെള്ളം. ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ച കഴുകിയിട്ടിരിക്കുകയായിരുന്നു, പക്ഷെ അല്ല. It's full. Oh, city is washed. Okay. അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവൻ്റോട് നടക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരമില്ലാത്ത ആൾക്കാർക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇംഗ്ലീഷ് മിത്ര എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അവർ വാട്സപ്പിലൂടെ നമുക്ക് ഇതേപോലെ ഒരു പേഴ്സണൽ ട്യൂട്ടറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. വാട്സപ്പ് അവൈലബിൾ ആയിട്ടുള്ള ലോകത്തിൻ്റെ ഏത് രാജ്യത്തിരുന്നും നിങ്ങൾക്ക് അവരുമായിട്ട് സംവദിച്ച് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. മിതമായ നിരക്ക് മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പേഴ്സണലി അവിടെ സ്ഥാപനത്തിൽ പോയിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല ആൾക്കാരാണ്. സോ യു ക്യാൻ ട്രൈ ദാറ്റ്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്ത് നോർമലി ഇറ്റ് യൂസ് ടു ബി എ വെരി ക്രൗഡഡ് ഏരിയ, ബട്ട് നൗ ദർ ഇസ് നോബഡി. Like what time they do start this shops and all? Should be around 11:30. Okay. And it goes around because it's COVID restrictions till 7. Oh, okay. ഫൈൻ. എന്തായാലും ഇംഗ്ലീഷ് മിത്രയിൽ ഞാനും ചേരേണ്ടത് അത്യാവശ്യമാണ്. കാരണം എനിക്ക് ചില സമയത്ത് ബബ്ബ അടിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പഠിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിന്നൊരു വെറൈറ്റി സ്ഥലത്തു നിന്നാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു സാധാരണ ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് പൂരി സബ്ജിയാണ്. ഇതാണ് പൂരി സബ്ജി. There's the one gravy curry. Okay, full of aloo only. Yeah, aloo only, and then there's potato curry, then there's a little bit of dal. Go ahead. Okay, thank you. Yeah. സാധനം കൊള്ളാട്ടോ. ഇത് കണ്ടില്ലേ, പൂരി അത്യാവശ്യം കട്ടിയുള്ള പൂരിയാണ്. പൂരി അത്യാവശ്യം കട്ടിയുള്ള പൂരിയാണ്. ഇത്തരത്തിലാട്ടോ. ഇതിനകത്ത് ഐ തിങ്ക് ദേ ആർ ആഡിങ് സംതിങ് ഇൻസൈഡ് ഇറ്റ്, റൈറ്റ്? Yes. So generally aloo kind of thing? Yes, it will be aloo or dal or some kind of stuffing will be there. Okay. Yeah. So see, puri is basically when you add something inside, there will be a stuffing. Okay. It will not be completely empty. It's good. And you guys are aloo lovers. Aloo lovers. Yeah. So aloo was brought in by the Portuguese when they came before the British. And since then we've planted aloo or potato, and potato has been a staple food since then. It's been something that we love. Okay. So we put it in the biryani like how you said yesterday. This is yummy, man.
chili. I know you like it because you like spicy stuff, no? So yeah. ആ മുളക് എന്തോ ഒരു ചാറ്റ് പോലെ എന്തോ ഒരു സാധനമൊക്കെ ഇട്ടിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ കഴിക്കട്ടെ. കടയുടെ ലുക്ക് മോശമാണെന്നുണ്ടെങ്കിലും നല്ല ഫുഡായിരുന്നു, ആസ്വദിച്ച് കഴിച്ച്. അപ്പോൾ നല്ല ചൂട് ചായ, മിട്ടിച്ചായ. ഞങ്ങളിവിടെ ചായ ഒഴിച്ചുകൊണ്ട് നിന്നപ്പോൾ കുറച്ച് പോലീസുകാർ ദേ കുതിരപ്പുറത്ത് വരുന്നു. മൗണ്ടഡ് പോലീസ് എന്നാണ് ഇവരുടെ പേര്, മൗണ്ടഡ് പോലീസ്. ഗുഡ്. കൊള്ളാല്ലേ? നോക്ക്, ആ കുതിര കണ്ടില്ലേ, അടിപൊളി കുതിര. ഓ, എനിക്ക് ആ കുതിരയെ പോലെ തന്നെ ഫിറ്റാണ് ആ ചേട്ടന്. യാ മാൻ, see the horses? Yeah. So what exactly is this mounted police? So this is something that the British started as horse mounted police. So they're going to stand here in line. Let's go. Oh, okay. So they're going to have tea. So they came here to have tea? Yeah, no, this is their training ground. So Okay. they're going to go inside. Some of them might have tea, so maybe they're standing. Okay. But the British started it for crowd control. Oh, This area is Maidan, so there are lots of stadiums here. okay. And earlier, these stadium crowds used to be huge and large. So they would come and control those crowds. Oh, Although that is not required because of online ticketing and all of that. okay. This tradition still follows. Oh, that's great, man. കൊള്ളാമല്ലേ? ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച രാവിലെ തന്നെ കണ്ടു. കിട്ടുന്ന പയ്യാമര 66. 66 രൂപ മാത്രമാണ് ആയത്. ആ 2 പ്ലേറ്റ് പൂരിക്കും 2 ചായക്കും കൂടി കേട്ടോ. That's very cheap, man. Yeah. These are all Thank like you. with chai, samosa. ഞങ്ങൾ 2 പേര് ഇത്രയും ഭക്ഷണം കഴിച്ചത് 66 രൂപയാണ് ആകെ ആയത്. Malik Ghat. Malik Ghat. वो कहाँ पड़ेगा? वो हावड़ा ब्रिज के जस्ट पहले. हमारा ब्रिज के एकदम पहले. पहले हाँ, हावड़ा ब्रिज है आगे स्टॉप है. चलिए कितना लेंगे? 150 दीजिए। 150 रुपये होता है. मीटर में चलिए यहाँ पे 50-60 रुपये होता है. 100 रुपये लीजिए फिर. 100 रुपये चलेगा तो बोलिए. नहीं, 100 रुपये ज़्यादा है, बहुत ज़्यादा. 10 रुपये और दीजिए, बैठिए। आप बोल दे 10 110. ഓക്കെ, ഫൈൻ ഫൈൻ. നല്ല ബാർഗെയിനിങ് ആണ് കേട്ടോ. So we are going to Asia's largest flower market. Is it? Yes. Okay. It's called the Malik Ghat Flower Market. So it's recognized as Asia's largest? Absolutely. ഓ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ദേ ഈ ചേട്ടൻ്റെ മഞ്ഞ ടാക്സിയിലാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത്. കൊൽക്കത്തയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് ഉണ്ട്. മെട്രോ ഉണ്ട്, ബസ്സുകളുണ്ട്, ഇതുപോലത്തെ മഞ്ഞ ടാക്സീസ് ഉണ്ട്, പിന്നെ ഊബർ ടാക്സീസ് ഉണ്ട്, പല ടൈപ്പ് ടാക്സികളും. ഓട്ടോകൾ ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റൂട്ട്സ് ആണ്. ലൈക്ക് ഇറ്റ്സ് ഫിക്സഡ് റൂട്ട്സ്. Yes. നമ്മുടെ എല്ലാ സ്ഥലത്തും ഓട്ടോ കാണാൻ പറ്റില്ല, നമ്മുടെ അവിടുത്തെ പോലെ അല്ല. ഇതിന് ഓട്ടോ ഓടുന്നതിന് ഒരു സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു സ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞുള്ള ഫിക്സഡ് റൂട്ടുകളുണ്ട്. ആ റൂട്ടുകളിൽ മാത്രമേ ഓട്ടോറിക്ഷകൾ ഓടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഈ യെല്ലോ ടാക്സിയാണ്. താങ്ക് യു ഭയ്യ. हाँ सर, ക്യാ നാം ഹൈ ആപ്കാ? जगेश्वर राय। ഓ, താങ്ക് യു. हाँ सर। ഇവിടെ ഈ സ്ട്രീറ്റിൽ കണ്ടില്ലേ, നമുക്ക് ചായ വിൽക്കാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാം. എല്ലാവരും ഈ മിട്ടി ചായ പരിപാടികളാണ്. മിട്ടി ചായ, പിന്നെ അതേപോലെ പാൻ ഈസ് എ ഡെയിലി പാർട്ട് ഓഫ് ദെയർ ലൈഫ്. Yes, yeah, it's a mouth freshener. Yes. ഇറ്റ്സ് ആക്ച്വലി ബാൻഡ് ഇൻ കേരള. Oh, because of the spits. ഇറ്റ്സ് ബാൻഡ് ഇൻ കേരള. ഉണ്ടോ ഇവിടെ എന്തൊക്കെയോ പല പല സാധനങ്ങൾ. Chana ka sattu hai. What is that? Sattu, which is basically this is chickpea batter or chickpea ground. Okay. So you mix it with water and you create a high protein drink. Oh, it's a protein drink. Yeah. Oh, that's good. ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ഇപ്പോൾ വയറ് നിറഞ്ഞുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ടു ഹാവ് ദാറ്റ്. സീ ദിസ്. ഒരു ചേട്ടൻ കണ്ടോ, പൂക്കൾ വിൽക്കാണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടനെ കാണുന്ന തന്നെ അന്യായ ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കച്ചവടം കാണുന്ന സ്ഥലത്തേക്ക് കയറി തുടങ്ങുകയാണ്. ഇവിടെ അതുപോലെയുള്ള പ്രോട്ടീൻ ഡ്രിങ്കുകൾ ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് കാണാം. ഇവിടെ ഇതൊരു ബാർബർ ഷോപ്പാണ്, കണ്ടില്ലേ? ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് മുടി വെട്ടുന്നതും ഷേവ് ചെയ്യുന്നതും പരിപാടികളൊക്കെ ചെയ്യുന്നത്. You see, he's sitting on a brick. He's sitting on a brick, yeah. Okay, so the brick in Bengali is known as eat. And we call them Italian barbers, that's right. Oh my god. Italian barbers. കൊള്ളാലോ. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് കയറുകയാണ്. ശരിക്കും ഇതൊക്കെ കുറച്ചും കൂടെ വൃത്തിക്ക് മെനക്കൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര ടൂറിസ്റ്റുകൾ ഇവിടെ വരും. ഇവിടെ കുറച്ച് വൃത്തികിടക്കെയാണ്, പക്ഷെ എന്നാലും ഏഷ്യാസ് ലാർജസ്റ്റ് ഫ്ലവർ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ഒരു നമ്മുടെ രാജ്യത്തിനെ ഭയങ്കര പൂറായിട്ട് ചിത്രീകരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ വരും. അതാണ് പ്രശ്നം ഇവിടുത്തെ.
ഇതിവർ റോഡിൻ്റെ സൈഡിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങ് ദൂരെ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മുടെ ആ പഴയ കൽക്കട്ട എന്ന് പറയുമ്പോൾ സിനിമകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ആ പഴയ കാലത്തെ ഹൗറ ബ്രിഡ്ജാണ് ആ കാണുന്നത്. നമുക്ക് അവിടേക്കും പോകണം. വാട്ട് ഈസ് ദിസ് ലീഫ്? ഇസ് ഇറ്റ് മാംഗോ ലീഫ്? Mango leaf. ഓ They'll hang it on. ഓക്കെ കണ്ടിട്ട് നമ്മുടെ അവിടുത്തെ മാവിൻ്റെ ഇല പോലെ തോന്നിയില്ല, വ്യത്യസ്തത തോന്നി. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ വെറ്റില എന്ന് പറയുന്നത് ഇത് സം കൈൻഡ് ഓഫ് ഫുഡാണ്. This is basically dubbo. Dubbo to? ഗുബ്ബ എനിക്ക് തോന്നുന്നു From grass or wheat. So they use it for giving Ashirwad. പൂജ പർപ്പസിന് ഉപയോഗിക്കുന്ന പുല്ലാണ്. ഇത് കണ്ട ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ നോക്ക്. എത്ര സുഖമായിട്ടാണ് ഉള്ളിയാൾ കിടന്ന് ഉറങ്ങുന്നതെന്ന് നോക്കി. അപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാണാം. ഇപ്പോൾ ഇവരെല്ലാവരും സിറ്റിയിലേക്ക് ജോലിക്കായിട്ട് വരുന്ന ആൾക്കാരാണ്. ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള മാല, അതിനിടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ താമരമുട്ടുകൾ കണ്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് എത്തിയിരിക്കുന്നത്. അടിയിലല്ല, ആക്ച്വലി ഹൗറ ബ്രിഡ്ജിലോട്ടാണ് ഈ പാലം ഈ റോഡ് പോയി കയറുന്നത്. നമ്മളിപ്പോൾ ആ ഹൗറ ബ്രിഡ്ജിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്ലവർ മാർക്കറ്റ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത് ആദ്യം. So this is the marigold flower market. So even in the flower market there are categories. Exactly like Calcutta. It replicates it. ഓക്കെ, എൻ്റെ പൊന്നെ. അതായത് ബന്ദിപ്പൂ കിട്ടുന്നിടത്ത് ബന്ദിപ്പൂ മാത്രമേ കിട്ടുള്ളൂ, മാവല കിട്ടുന്നിടത്ത് മാവല മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയാണ് ഓരോ സ്ഥലവും. എവിടെയൊക്കെ എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് വേണ്ടത് പോയി നോക്കി വാങ്ങിക്കണം. എന്തായാലും നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണാം. ഈ കാണുന്നത് ഇങ്ങനെ പോയി വഴി ഇങ്ങനെ കറങ്ങി വരുന്നൊരു സംഭവമാണ്. സംഭവം കൊള്ളാം. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഒരു സംഭവം മെയിനായിട്ട് തോന്നിയത് ഇച്ചിരി വൃത്തിക്കുറവുണ്ടെന്നുള്ളതേ ഉള്ളൂ. ബട്ട് ദാറ്റ്സ് ഓക്കെ, നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ ലിറ്ററലി ഹൗറ ബ്രിഡ്ജിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു എൻജിനീയറിംഗ് വിസ്മയം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിപ്പോൾ അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഹൂഗ്ലി നദി എന്ന് പറയുന്ന ആ നദിയുടെ, ഗംഗയുടെ കൈവഴിയായിട്ടുള്ള ഹൂഗ്ലി നദിയുടെ സൈഡിൽ ഗട്ട് എന്നാണ് അവർ പറയുന്നത്, ആ ഗട്ടിലുള്ള ഫ്ലവർ മാർക്കറ്റിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാം. ഇവിടെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ നിന്ന് വേർക്കുന്നുണ്ട്, നല്ല ഹ്യൂമിഡാണ്. അപ്പോൾ ഈ തെന്നി കിടക്കുന്ന ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ഫ്ലവർ മാർക്കറ്റിലേക്ക് പോകുന്നു. ഇവിടെ കംപ്ലീറ്റ് വെറ്റിലകളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഇത് കണ്ടോ, ഇത്തരത്തിലുള്ള ബൊക്കകളും പിന്നെ ഈ ഇത്തരത്തിലുള്ള പൂക്കൾ, പലതരത്തിലുള്ള ഡെക്കറേഷൻസിന് ഉപയോഗിക്കുന്ന പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത് വിൽക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ കൊള്ളാം അല്ലേ. ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ തകർത്ത്. ഇവരെ പോലുള്ള ആൾക്കാരാണ് ഇതൊക്കെ വെക്കുന്നത്, കല്യാണങ്ങൾക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതിനിടയ്ക്ക് ചുമടിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അവിടെ പിന്നെ അങ്ങോട്ട് കുറച്ച് പഴങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പലതരത്തിലുള്ള പൂക്കളുണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ ഒന്നും പേര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലതിൻ്റെയും പറയാൻ പറ്റില്ല. താമരയുണ്ട്. Yeah, you want to say something? Yeah, I'll tell you a very interesting example here. Okay. See, this is known as Rajnigandha. Rajnigandha. Okay. It's a white flower, but look at the difference here. One has a red rose and the other one is completely white. Okay. So this one is used for funerals, whereas this one is used for marriages, weddings. Oh, okay. So just a little difference. One is for taking away life and the other gives life. അത് കൊള്ളാം കേട്ടോ. റോസപ്പ് വെച്ച് കഴിഞ്ഞാൽ ജീവിതം കൊടുക്കുന്നു, മറ്റെന്ന് പറയുന്നത് ജീവിതം പോകുന്നു. അതാണ് സംഭവം. ഇത് കണ്ടോ, വേറൊരു സാധനം കണ്ടോ, വ്യത്യസ്തമായ ഒരു പൂ. അതിനിടയ്ക്കൂടെ ഒരു ലോറി വരുന്നു. സമ്മതിക്കണം. Mostly all of them are used for puja purposes. Okay. All of them have reasons and names and all of that. Okay. You see these are new flowers or marigolds that have been brought to the market. So these are the people who are bringing it. Now they're going to hand it over to the sellers here. So this market is open every day? Every day. Okay. Since the last 165 years it has been open. Oh, okay. It is the largest in Asia. Okay. എത്ര ആൾക്കാരാണ് ഇവിടെ പൂക്കച്ചവടം നടത്തുന്നത്. എൻ്റെ പൊന്നു. ഞാൻ പ്രത്യേകിച്ച് കമൻട്രികൾ തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അതല്ലാതെ തന്നെ കാണാം ഇവിടുത്തെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. എത്ര ലക്ഷം രൂപയുടെ പൂക്കളായിരിക്കും ഇവിടെ ഒരു ദിവസം കച്ചവടം നടക്കുന്നത് അല്ലേ. ലക്ഷത്തിന് മേലെ പോയെങ്കിലേ ഉള്ളൂ. എത്ര ലക്ഷം രൂപയുടെ പൂക്കളും സാധനങ്ങളാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ഇതിനുള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഗല്ലികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇഷ്ടം പോലെ ഉണ്ട്. ആണോ, ഒരു ചേച്ചി അവിടെ നിന്ന് വെക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള സൂര്യകാന്തി പൂക്കൾ കണ്ടോളൂ. സൂര്യകാന്തി പൂക്കൾ നൈസ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ വാങ്ങാൻ വരുന്ന ആൾക്കാരെ നോക്കിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് ഹോൾസെയിൽ ആസ് വെൽ ആസ് റീറ്റെയിൽ, എവറിത്തിങ് യു ഗെറ്റ്. പലതരത്തിലുള്ള റോസാപ്പൂക്കൾ. ഇത് കണ്ടോ, ഒരാൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് കണ്ടോ. ഇത് എന്തൊക്കെയോ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കണ്ടോ. സഞ്ചി മാത്രം വിൽക്കുന്ന കട.
പിന്നെ എന്താ പറയുക, ഇവിടെ ഉള്ള പല ആൾക്കാരും മാസ്ക് സംഭവങ്ങളൊന്നും അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ ആൾക്കാർ മാത്രമേ അതൊക്കെ ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ, നോക്ക്, ഇതാണ് മറ്റേ മരണത്തിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. എന്തോരമാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ. സോ ദീസ് പീപ്പിൾ മൈറ്റ് ബി വർക്കിംഗ് ഡ്യൂറിംഗ് ദ നൈറ്റ് ആസ് വെൽ, റൈറ്റ്? Yes, so see, the market works in different shifts, but it is there the entire day. So early morning there's a huge rush because temples start, morning aarti and all of that. Again evening there's a little bit of rush. But the flowers are coming from outskirts of the city. So there are people who are growing it, there are people who are sewing it into garlands. Then there are people who are transporting it. Then there are these sellers. Also again there's another middleman who takes the flowers from here and goes around the city to the city vendors. So he's one of that. His job is to take it to a city vendor and give it to him. So he has 10 different vendors across the city. He'll carry it on his head and distribute it to different vendors. That's where he earns his money. എൻ്റെ പൊന്നെ, ഇതിങ്ങനെ കിലോമീറ്ററുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുന്ന ഒരു സംഭവം കേട്ടോ, ഒരു സ്ഥലം കേട്ടോ. We are going to go a little deeper into the flower market. But there's one interesting fact or interesting thing about it. If you go into the flower market, there are going to be segments, like how exactly Calcutta is segmented. We have different segments for different flowers. We'll go and see. So all these are bridal makeups for brides and all of that. So they're making garlands. Bridal makeup. See, that one is a headgear for brides. They're making those. ഇതിൻ്റെ കൈവരികളിലൂടെ നമ്മളിപ്പോൾ കയറുന്നത് കണ്ടോ. ഇതിങ്ങനെ ഇവിടെയുള്ള കല്യാണങ്ങൾക്ക് വധുവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്ന സംഭവമാണെന്നാണ് പറയുന്നത്. കണ്ടോ, വധുവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്ന സംഭവം. അപ്പോൾ ഇവരിവിടെ ഇരുന്ന് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊളി. ഇവിടെ ഭയങ്കര വൃത്തികേടാട്ടോ ഇവിടെ കംപ്ലീറ്റ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെന്നി പറഞ്ഞ് വീഴും. അതൊരു പ്രശ്നമുണ്ട്. കാരണം ഒന്നാമത് മഴ പെയ്ത് കിടക്കുകയാണ്, രണ്ടാമത് പിന്നെ ഒരു ഫ്ലവർ മാർക്കറ്റാണ്. ഇത് കുറച്ചും കൂടെ ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരെ ഇവിടെ നമുക്ക് അട്രാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ശരിക്കും ഇവിടുത്തെ ഒരു പ്രൗഡ് അല്ലെ ഒരു പ്രൈഡ് സാധനമാണിത്. So I call this the green zone. All sorts of green leafy plants and all the decorations. You have ferns there, you have money plant here, you have pudina, mint leaves, mango leaf, everything. All that is required in the garland business or puja business as green things, you get it here. നമുക്കിത് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവിടേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ഹൂഗ്ലി നദി കാണാം. ഇവിടെ വന്നിട്ട് ഇതുവരെ നമ്മൾ ആ നദി കണ്ടിട്ടില്ലായിരുന്നു. നമുക്ക് ആ നദിയും കൂടെ ഒന്ന് കാണാം. എൻ്റെ അമ്മ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നദിയും അതേപോലെ തന്നെ ആ ഒരു പാലവും നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാം. ദൈവം ഇവിടെ ആൾക്കാർ ഈ വെള്ളത്തിൽ കുളിക്കുന്നു. ദൈവം ഈ കാണുന്ന വെള്ളത്തിൽ എങ്ങനെ കുളിക്കാൻ തോന്നുന്നു. കുറേ പൂക്കൾ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നു. സമ്മതിക്കണം കേട്ടോ. മനോഹരമായിട്ടുള്ള ആ ഒരു ഹൗറ ബ്രിഡ്ജാണ് നമുക്ക് ഈ കാണുന്നത്. കൊൽക്കത്തയുടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനമാണ് ശരിക്കും ഈ ഒരു പാലം എന്ന് പറയുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് താഴെക്കൂടെ ഒഴുകുന്നത് ഗംഗാ നദിയുടെ കൈവഴിയായിട്ടുള്ള ഹൂഗ്ലി നദിയാണ്. ഹൂഗ്ലി നദി. എന്നാലും ഇത്രയും വൃത്തികെട്ട വെള്ളത്തിൽ അല്ലെങ്കിൽ ഇത്രയും വൃത്തിഹീനമായിട്ട് തോന്നുന്ന ആ വെള്ളത്തിൽ കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട്. ശരിക്കും ഒരു സഹതാപം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, അവരുടെ ആ ഒരു ജീവിത നിലവാരം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ലയൺ എന്ന് പറഞ്ഞൊരു ഹിന്ദി ഇംഗ്ലീഷ് മിക്സഡ് മൂവിയുണ്ട്, നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും. ആ സിനിമ കണ്ടവർക്കറിയാം. ആ സിനിമയിലെ ഭൂരിഭാഗം എന്താ പറയുക കാഴ്ചകളും കൽക്കട്ടയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഭൂരിഭാഗം കാഴ്ചകളും ഈ പാലത്തിനും ഈ പാലത്തിൻ്റെ അടിയിലുമുള്ള പ്രദേശങ്ങളാണ്. ആ സിനിമ കാണാത്തവർ നെറ്റ്ഫ്ലിക്സ് ഉള്ളവരൊന്ന് കണ്ടു നോക്കുക. ലയൺ എന്നാണ് സിനിമയുടെ പേര്. ഇന്നലെയും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വിൽക്കാൻ സാധിക്കാതെ പോയ പൂക്കളാണ് ഇവരിവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ എന്തോരം പൂക്കളാണ് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നത് നോക്കൂ. കഷ്ടം തോന്നുന്നുണ്ട്. നോക്കി അവർക്ക് എത്ര ലോസ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ പൂക്കൾ ഡംപ് ചെയ്യുന്നതോടൊപ്പം പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള സംഭവങ്ങളും എല്ലാം ഈ നദിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കി നമ്മൾ മനുഷ്യൻ എന്തൊക്കെയല്ല ചെയ്തു കൂട്ടുന്നത് ഓരോ സംഭവങ്ങൾ. ഞാൻ ഓൾമോസ്റ്റ് വേർത്ത് കുളിച്ച് എൻ്റെ മാസ്ക് ഒക്കെ നനഞ്ഞു തുടങ്ങി. Oh, there's a guard here. What you went there was just an opening. This is like a proper ghat. Built for bathing purposes. നമ്മളിപ്പോൾ ഒരു ഘാട്ട്, അതായത് ഒരു എന്താ പറയുക നദിയിലേക്ക് ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഇത്തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് പണ്ട് കാലത്ത് നിർമ്മിച്ച സംഭവമാണ്. അപ്പോൾ ഇവിടെ കുളിക്കുവാണെങ്കിൽ പുറത്ത് നോക്കിയാൽ ഒന്നും ഡയറക്റ്റ് ആരും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണ് നമ്മൾ മുമ്പേ കണ്ടത്. കണ്ടോ, ഇവിടെ ആൾക്കാർ വന്നിട്ട് ഈ പൂക്കളൊക്കെ കഴുകുന്നു, പിന്നെ കുളിക്കുന്നു, അങ്ങനെ പല പല സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനിവിടെ തുളസി കണ്ടിരിക്കുകയാണ്. ഇതുവരെ തുളസി കണ്ടില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താണ് തുളസി കാണാത്തത് എന്നുള്ളത്. തുളസി കണ്ടു.
പിന്നെ പലതരത്തിൽ ബന്ദിയും മറ്റ് കുറേ പൂക്കളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ഗാർലൻഡ്. ഇവിടെ ചെമ്പരത്തി, അത് ഇത് ഒന്നും പറയണ്ട. ഇത് കൊള്ളാമല്ലോ, ഈ സംഭവം വെറൈറ്റി ആണല്ലോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ ഈ അമ്പലങ്ങളിലും മറ്റുമൊക്കെ പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇതൊക്കെ കണ്ടോ. So this is used in temples, right? Yeah, this is used in temples, and there's this particular walk like Sabrimala. Bengalis have this particular, they go to this temple. Okay. And when they go to the temple, they carry the water of the Ganges with Ganga with the decorations. Oh, okay. So this is that. ഓ കൊള്ളാലോ. എന്തായാലും മനോഹരമായിട്ടുള്ള ധാരാളം സാധനങ്ങൾ നമുക്കിവിടെ കാണാം. ഇതിനൊന്നും വിലയും മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കാരണം എന്തിനാണ് വെറുതെ വില ചോദിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് അലമ്പാണ്, വൃത്തികേടാണ്. ഇങ്ങനെ ആയിരിക്കാം ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. മഴയും കൂടെ പെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വൃത്തികേടായി കിടക്കുന്നതെന്നും പറയാം. രാവിലെ ഇങ്ങനെ നിന്ന് വെറുതെ നിന്ന് വേർക്കുന്ന കാരണം ഒരു ചെറിയൊരു ടയർഡ്നെസ് ഉണ്ട്, കാരണം വെറുതെ നിന്ന് വേർക്കുക. ഇന്നലെ ഇത്രയും ഹ്യൂമിഡിറ്റി ഇല്ലായിരുന്നു, ഇന്ന് ഇച്ചിരി കൂടുതലാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് എന്താണിത്? എൻ്റെ പൊന്നേ, This is the Rajnigandha area. രജനീഗന്ധ ഏരിയ. സോ ഈ ഒരു ഭാഗത്ത് രജനീഗന്ധ എന്ന് പറഞ്ഞ പേരുള്ള രജനീകാന്തിൻ്റെ പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് രജനീഗന്ധ ഏരിയ. സോറി കേട്ടോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ആ പൂക്കൾ വരുന്നത്. എന്നിട്ട് ഇങ്ങനെയും കിട്ടും, അതേപോലെ തന്നെ പൂക്കൾ മാത്രമായിട്ടും എടുത്തും കിട്ടും. ഓ, പൂ മനുഷ്യൻ കൊള്ളാലോ. ഇത് ഓരോ ആൾക്കാരെ പൂക്കളുടെ വലിയ വലിയ സംഭവങ്ങളായിട്ട് പോകുന്നുണ്ടോ. You have sticks. Yeah, you have sticks. You have garlands. Yeah, you have everything. And you have buds. You'll get Buds all the also. mods. There's a bud. Only buds. Oh, okay. ഫൈൻ കൊള്ളാലോ. ഇവിടെ വന്നിട്ട് ഇതുവരെ ഷൂട്ടിങ്ങിനിടയിൽ മോശമായിട്ടുള്ള അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ഫ്രണ്ട്ലിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഉണ്ട് ഒരു ഗട്ട്, കുളിക്കാൻ പോകുന്ന സ്ഥലം. ഫുള്ള് അലമ്പ. എൻ്റെ ഷൂ ഒക്കെ വൃത്തിയായി. സമ്മതിക്കണം കേട്ടോ, ഇവരൊക്കെ ശരിക്കും ഓരോരോ പണികളെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ. എന്തൊക്കെ പണിയെടുത്ത ആൾക്കാർ ജീവിക്കുന്നത്. ഇവരുടെയൊക്കെ ക്വാളിറ്റി ഓഫ് ലിവിങ് എന്തോരമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. Fiancé, girlfriend. ബൊക്കെ ഫ്ലവേഴ്സ് ആണ് ഈ കാണുന്നത്. കണ്ടോ, അത് വളരെ മനോഹരമായിട്ട് റെഡിയാക്കി അവർ വെച്ചിരിക്കുന്നു. ഓക്കെ, എന്താണ് ഇഷ്ടപ്പെട്ടില്ലേ ഫ്ലവർ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ? സൂപ്പർ അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഇനിയും നമ്മുടെ ചാനലിലുണ്ടാവും. വീഡിയോ മുഴുവൻ കാണുക. നല്ല കിടുക്കാച്ചി വിഷ്വൽസ് ആയിരിക്കും. കൊൽക്കട്ടയിൽ നിന്നുള്ള കിണ്ണം കാച്ചി വിഷ്വൽസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൊൽക്കട്ടയിലെ പ്രശസ്തമായ ഹൗറ ബ്രിഡ്ജിൻ്റെ മുകളിലും താഴെയൊന്നുമല്ല, ഹൗറ ബ്രിഡ്ജിൻ്റെ മേളിൽ തന്നെ നിൽക്കുന്നത്. 1943 ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത് ബ്രിട്ടീഷുകാർ അതിമനോഹരമായിട്ട് പണി കഴിപ്പിച്ച ഒരു 4 വരി ഹൈവേ ആണ് ഈ കാണുന്നത്. എന്നാലോചിച്ചൊക്കെ 1943 4 വരി എന്ന് പറഞ്ഞാൽ ഇതിന് 6 വരിയുടെ വീതിയുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള, അത്രയും വീതിയിൽ പണിതിരിക്കുന്ന ഒരു പാലമാട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ പണിയുന്ന പാലം പോലും നമ്മുടെ ആൾക്കാർ 4 വരിക്ക് മര്യാദയ്ക്ക് എവിടെയും പണിയുന്നില്ല. ഹൂഗ്ലി റിവർ എന്ന് പറയുന്ന നമ്മുടെ ഗംഗയുടെ കൈവഴിയായിട്ടുള്ള ഹൂഗ്ലി റിവറിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൊൽക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ ഹൗറ എന്ന് പറഞ്ഞ അപ്പുറത്തെ സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഇതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊൽക്കട്ട പോർട്ട് ട്രസ്റ്റ് ആണ്. രവീന്ദ്ര സേതു എന്നാണ് ഈ പാലം ഇപ്പോൾ അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മെമ്മറി ആയിട്ടാണ് രവീന്ദ്ര സേതു എന്ന് പറഞ്ഞ ആ ഒരു പേര് ഈ പാലത്തിന് നൽകിയിരിക്കുന്നത്. 71 ഫീറ്റാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. 82 മീറ്ററാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. 1500 അടിയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സ്പാൻ വന്നിരിക്കുന്നത്. 705 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. 705 മീറ്റർ, അതായത് 1 കിലോമീറ്ററിനടുത്തുണ്ട്. എന്നാലും ശരി, അത്രയും വീതിയുള്ള അല്ല നീളമുള്ള ഒരു പാലമാണെന്ന് തന്നെ പറയാം. 1936 നിർമ്മാണം ആരംഭിച്ച് 42 നിർമ്മാണം പൂർത്തിയാക്കി. അതാണ് ഈ ഒരു പാലത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗം വരെ നമുക്കൊന്ന് നടന്നിട്ട് വരാം. എൻ്റെ ഒപ്പം സോഹവുമുണ്ട്. സോ വിൽ ഗോ. നമുക്ക് എന്തായാലും നടക്കാം. ഇനി ഞാൻ മാസ്ക് വെക്കട്ടെ. വീഡിയോ എടുക്കാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി മാസ്ക് ഊരിയത്. അത് മാത്രമല്ലേ, ഇവിടെ വെറുതെ നിന്ന് വേർക്കാണ്. ഭയങ്കര ചൂടോന്ന് വെച്ചാൽ ചൂടില്ല, പക്ഷേ ഹ്യൂമിഡിറ്റി കാരണം ചുമ്മാ നിന്ന് വേർക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ പാലത്തിലൂടെ നമുക്ക് നടന്നു പോകാം. ഈ പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നടപ്പാതയുണ്ട്. അത് നല്ല വീതിയുള്ള നടപ്പാതയുണ്ട്. ഈ ഒരു രക്ഷയില്ല കേട്ടോ. ഈ പാലത്തിൻ്റെ കൈവരി കണ്ടില്ല, അതായത് നടക്കാനുള്ള this itself has a space for a bus to go. ഒരു ബസ് പോകാനുള്ള വീതിയുണ്ട്. ഇതിൻ്റെ ആൾക്കാർ നടക്കാൻ വേണ്ടി പണിതിരിക്കുന്ന ഈ ഒരു പാലത്തിന് തന്നെ എത്ര വീതിക്കാണ് ഇത് പണിതിരിക്കുന്നത് നോക്കൂ, ഇല്ലേ? എൻ്റെ പൊന്നെ. ഇതേപോലെ തന്നെ അപ്പുറത്തുമുണ്ട്, അപ്പുറത്തെ ഭാഗത്തുമുണ്ട്. എന്നിട്ട് 4 വരി പാത. അത് എൻ്റെ പൊന്നു, ഇത്രയും വർഷം മുമ്പ് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇത്രയും ഭയങ്കരമായിട്ട് ഒരു സംഭവം ഇവിടെ നിർമ്മിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും ശരിക്കും നമ്മളവരോട് താങ്ക്സ് പറയേണ്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ താങ്ക്സ് പറയേണ്ട, അവർ കുറേ വൃത്തിയുടെ പരിപാടിയൊക്കെ മൊത്തം ചെയ്തിട്ടുമുണ്ട്. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് നന്ദി പറയണമല്ലോ, ഇല്ലേ? എന്തായാലും ഞാനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഈ പാലത്തേൽ നിറച്ച് സർവേലൻസ് ക്യാമറകളാണ്. ഇഷ്ടംപോലെ ക്യാമറകൾ വെച്ചിട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം. കണ്ടോ,
പാലത്തേൽ പോലീസുകാർ ഭയങ്കരമായിട്ടുണ്ട്, ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്. പാലത്തെ വണ്ടി നിർത്താൻ പാടില്ല. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ആ ഒരു നദി, അയ്യോ എൻ്റെ പൊന്നെ, ഹൂഗ്ലി നദി കണ്ടോ, ബാമ്പു വലിച്ചു വെട്ടിക്കൊണ്ട് വരുന്നുണ്ടോ ഒരു വള്ളത്തിൽ. So as you can feel, the bridge is shivering. Yeah, bridge is actually shivering, yeah. Because the cars and buses are going. Okay. Now this is a cantilever bridge, which means that there's no stands or pillars in between. Okay. There's one pillar at the end and one pillar at that end. Okay. So it is loaded by two very heavy items on two ends. Okay. The only way the bridge stays stable is by dissipating the vibrations to the end. Okay. And that's where the pillars at the end hold it stable. Oh. So it's a completely hanging bridge. Okay. So it is the longest cantilever or hanging bridge in India. Oh. And the busiest in the world. That's true, that's true. See, അവരിവിടെ എത്തി, അതുകൊണ്ട് അവരതിൻ്റെ മേളിൽ പാചകം വരെ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്ക്, ആ ബാമ്പു കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ബോട്ടാണ്. There was a pontoon bridge. It was on like little boats. Okay. So they removed it, and by 1942 they made this new bridge. Okay. Okay, but this bridge has always been a sociological factor in the city's lifestyle or the city's life. Okay. Because the Howrah railway station is on the other side. Okay. The only way from the earlier times to get out of the city or get into the city for new life was through this bridge. Okay. So this bridge has been the lifeline to the other side of the world. Okay. So you can see a lot of people just coming in with flowers, coming in for work. A lot Okay. of families come to the railway station without knowing what to do. Okay. They walk into the city of Calcutta just to find a livelihood, just Okay. to find a new life. Okay. So the bridge is a world to the other side, a bridge to So the the other. Howrah is actually a part of Calcutta itself, right? No, it's a different city. It's a different city. It's a different city, like Mumbai, Pune. Okay. So this is a different city. It has a different municipality, a different traffic police, a different government. Everything is different. Yes. ഓ, അപ്പോൾ നമ്മൾ കൊൽക്കത്ത നഗരത്തിൽ നിന്ന് ഹൗറ നഗരത്തിലേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിന് മുകളിൽ കൂടി ഒരു രാജ്യം ക്രോസ് ചെയ്യുന്ന ഫീലൊക്കെ ഉണ്ട്. ഫീൽ ലൈക്ക് ഐ ആം ക്രോസിംഗ് എ കൺട്രി. ആൻഡ് ഇവിടെ നമുക്ക് ഈ കാണുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷനാണ്. കണ്ടോ, ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ കാണുന്ന ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡാണിത്. അത് ആക്ച്വലി ഒരു ടെർമിനസ് ആണ്. അവിടെ ട്രെയിനുകൾ വന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. ആ നദിയുടെ തീരത്തായിട്ടാണ് നോക്കി ഹൗറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്ത് കൺസ്ട്രക്ഷൻ ആണല്ലേ, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിർമ്മിച്ച സംഭവങ്ങളാണ്. ശരി, ഇവിടെ വന്ന് നോക്കുമ്പോഴേ ഈ പാലത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര നട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കാൻ ഒരു ചലഞ്ച് ആരെങ്കിലും ഏർപ്പെടുത്താം. Is it counted by someone? Yes, it's a trick question. Is it counted by someone? So I'm telling you, the answer is 0. Oh, because all these are rivets. Rivets. Yeah, they're not nuts and bolts. Come on. Yeah. They're all rivets. They're all completely riveted You're telling this is rivet? Yes. Okay. They're welded into the metal. സമ്മതിക്കണം. What kind of metal is this? So this was, I think, a tough Tata Tiscon steel, which was provided by Tata at that time. Oh. And it is a kind of a high tensile steel that is provided only by Tata even today. So if there's any reconstruction, anything that you want to do with it, only Tata can provide that steel. അപ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഹൗറ നഗരത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എന്ത് സംഭവമാണെന്നല്ലേ. എനിക്കിത് കണ്ടിട്ടേ ഒരു രക്ഷയില്ല, തന്നെ സംഭവമാണ്. അത് ഇങ്ങനെ ഉണ്ടെന്ന് ഇവിടെ വന്ന് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗറ നഗരം. ഹൗറ ബസ് സ്റ്റാൻഡും ഹൗറ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് ആ കാണുന്നത്. അബി ഉണ്ടായിരുന്ന ഇപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിപ്പോയേനെ, അത് ഉറപ്പാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ സ്പോട്ടിങ് ചെയ്തേനെ. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം വിഷ്വൽ അതിമനോഹരമായിട്ട് ചിത്രീകരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് സോഹം ഫോർ യുവർ ഹെൽപ്പ്. സോഹം എന്ന് പറയുന്നത് ഇവിടെ കൽക്കട്ടയിൽ ചെറിയ ചെറിയ ടൂറുകൾ, അൺഎക്സ്പ്ലോർഡ് സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ലോക്കൽ മാർക്കറ്റുകളും ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ ഇവിടെ വരുന്ന പുതിയ ആൾക്കാരെ ടൂർ കൊണ്ടുപോകുന്ന ഒരാളാണ്. കൽക്കട്ട ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഒരു ട്രാവൽ കമ്പനി നടത്തുന്നു. പുള്ളി ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. അപ്പോൾ നിങ്ങൾ കൊൽക്കട്ട വരുമ്പോഴത്തേക്കിനും ഇഫ് യു നീഡ് എനി കൈൻഡ് ഓഫ് ഹെൽപ്പ് ടു എക്സ്പ്ലോർ ദ സിറ്റി യു ക്യാൻ കോൺടാക്ട് സോഹം. സോഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ മൊബൈൽ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഐ ആക്ച്വലി മെറ്റ് ഇൻ ത്രൂ Airbnb and it's pleasure being with you. It's a pleasure showing you around and everyone around. Yeah. I can tell you that every time you come to Calcutta, it's so much of colors and so much of life. But if you come with me, I will make sure that you fall in love with the city, and that's the guarantee I give you whenever you come to Calcutta. Yeah. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.